നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചിലരുണ്ട് നിലപാടുകൾ ഇരുമ്പുലക്കയല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ചിലരുടെ നിലപാട് അങ്ങനെയല്ല. ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞ് പല നിലപാടുള്ളവരും നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ട് കേട്ടോ. ഇനി എത്രയൊക്കെ പരാതി വന്നാലും എന്തോ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ തള്ളിപ്പറയാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു മനസ്സിലൊരു സ്നേഹം തോന്നി. ഒരുപക്ഷെ ഇന്നോളം കണ്ടിട്ടുണ്ടാവുകയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട്. പക്ഷെ എന്നിരുന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു അടുപ്പം, മനസ്സുകൊണ്ട് ഒരു സ്നേഹം തോന്നുന്നു. ഒരു ഒരു അയ്യോ പാവം എന്ന് പോലും തോന്നുന്നു. വളരെ വേദനയാണ് പല കോൺഗ്രസ്സുകാർക്കും. കാരണം ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി പോലും ആകാവുന്ന, മുഖ്യമന്ത്രിയായി മാറാവുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ച അങ്ങ് വളരെ വലിയ ഉച്ചത്തിൽ നിന്നുമായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. പടുകുഴിയിൽ ഇപ്പോൾ കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പകുതിയിലധികം മനുഷ്യരും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറയാനുള്ള പ്രധാന കാരണം. മാധ്യമങ്ങളും മാധ്യമപ്പടകളും മാധ്യമങ്ങളിൽ വരുന്ന ബുദ്ധിജീവികളും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കീറി പിച്ച് ചീന്തി ഉപ്പിലിട്ട് വെക്കുമ്പോൾ ചിലരെങ്കിലും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോഴുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ നടിമാർ ആയിട്ടുള്ള ചിലർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് ആദ്യഘട്ടം മുതൽ തന്നെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് യാതൊരുവിധ മാറ്റവുമില്ല. അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് വ്യക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുകയാണ് നടി സീമാജി നായർ. പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നാണ് സീമ നേരത്തെ പറഞ്ഞത്. എത്ര സൈബർ ആക്രമണം ഉണ്ടായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സീമ പറയുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് കരുതണ്ടെന്നും സീമ നേരത്തെ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്നു. വിമർശിക്കാനെത്തുന്നവർക്ക് തക്കതായ മറുപടിയും നടി നൽകുന്നുണ്ട്. സീമയുടെ പുതിയ കുറിപ്പിന് താഴെ വന്ന വിമർശനവും അതിന് നൽകിയ മറുപടിയുമാണ് ശ്രദ്ധ നേടുന്നത്. അനുവദിക്കപ്പെടുന്ന ആയുസ്സിനപ്പുറത്തേക്ക് ആർക്കും ജീവിക്കാനാവില്ല. ഈ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും സന്തോഷത്തിന് നമ്മൾ കാരണമാവുമെങ്കിൽ അതാകും ഏറ്റവും വലിയ ആത്മസംതൃപ്തി. എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്നാണ് സീമാജി നായരുടെ കുറിപ്പ്. പുതിയ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് അതേ നാണയത്തിൽ സീമാജി നായർ മറുപടി നൽകുന്നുമുണ്ട്. ആ ഒരാളുടെ സന്തോഷം 1000 സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് ആകരുത് എന്നാണ് ഒരു കമന്റ്. താൻ പീഡിപ്പിച്ചില്ലല്ലോ എന്നാണ് സീമയുടെ മറുപടി. മാങ്കൂട്ടത്തിന് സന്തോഷം നൽകിയപ്പോൾ സന്തോഷമായില്ലേ ചേച്ചി? ആ സന്തോഷം നൽകലിന് ചേച്ചിക്ക് എത്ര രൂപയുടെ പ്രതിഫലമാണ് കിട്ടിയത് എന്നായിരുന്നു മറ്റൊരു കമന്റ്. ഒരുപാട് കിട്ടി, പരസ്യമാക്കാൻ പറ്റില്ലല്ലോ എന്ന് സീമ മറുപടി നൽകി. പൊത്തിൽ നിന്ന് ഇറങ്ങിയോ എന്ന പരിഹാസ കമന്റിന് നിന്റെ വീട്ടിലുള്ളവരായിരിക്കും പൊത്തിൽ ഒളിച്ചത് എന്നായിരുന്നു സീമയുടെ മറുപടി. അയ്യോ ഇപ്പോൾ എന്താ ഇങ്ങനെ എല്ലാം പെട്ടെന്ന് മാറുന്നു, അപ്പോ പോലീസിനെ പേടിയുണ്ട് കൊച്ചമ്മയ്ക്ക് എന്നൊരാൾ കമന്റ് ചെയ്തപ്പോൾ എന്താടാ മാറിയത് എന്ന് സീമ തിരിച്ചു ചോദിച്ചു. നേരാങ്ങളെ കാട്ടുകൂടി രാഹുൽ തമ്പുരാൻ ഒളിയുദ്ധത്തിന് പോയിട്ട് ഇല്ലത്തേക്ക് തിരിച്ചു വരുന്നില്ലേ എന്നതിന് നിന്റെ വീട്ടിൽ കയറി ഇരിപ്പുണ്ട് എന്നും നടി മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. എന്ത് വന്നാലും ആ ഒരു നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് തന്നെയാണ് സീമാജി നായർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സീമ 10 മണിക്കൂർ മുമ്പേയും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് തൃക്കാർത്തിക തൊഴുത വിളക്കും വെച്ച് വന്നു. നേരിയ മഴയുണ്ടായിരുന്നുവെങ്കിലും ദീപപ്രഭയിൽ മുങ്ങിയിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ശാരിയമ്പലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായ ചിത്രമൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഒരു തരത്തിലും, അതായത് ഒരു നിലപാടിൽ എനിക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു പക്ഷെ അത് തെറ്റാകാം, ശരിയാകാം, അല്ലെങ്കിൽ ഒരു പക്ഷെ അതിന് കൃത്യമായ വിമർശനവും വന്നേക്കാം. പക്ഷെ കൃത്യമായി തന്നെ ഞാൻ അതിൽ ഇടപെടുമെന്നാണ് പറയുന്നത് സീമാജി നായർ. അല്ലെങ്കിൽ എന്റെ മറുപടിക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്വന്തം അമ്മയോട് സ്നേഹമുള്ളവർ മറ്റുള്ളവരുടെ അമ്മയെ കുറിച്ച് പറയില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അതായത് സ്വന്തം അമ്മയെയും പെങ്ങളെയും സ്നേഹിക്കുന്നവർ ഒരു പോസ്റ്റിന്റെ പേരിൽ വേറെ ഭാഷ വിളിക്കില്ല എന്ന് കൃത്യമായി കമന്റ് കൊടുക്കുന്ന നിരവധി ആളുകളുണ്ട്. അതായത് മാങ്കൂട്ടം വിഷയത്തിൽ നേരത്തെയും സീമ എടുത്ത ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ സീമ ഇട്ട പോസ്റ്റ് വലിയ വിമർശനങ്ങൾക്കും സ്വാഗതങ്ങൾക്കും
വിവാദങ്ങൾക്കും ഇടയായിട്ടുണ്ട്. അതായത് പലരും പറയുന്നു സീമാജി നായരിനെ വിമർശിച്ചുകൊണ്ട് ദിവ്യ അടക്കമുള്ളവരും രംഗത്ത് വന്നിരുന്നു. അന്ന് സീമ പറഞ്ഞത് ഈ ഗർഭം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഞാൻ താങ്ങിക്കോളാം, പ്രത്യേകിച്ച് ആരും തന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പി ദിവ്യ മാമിന്റെ പോസ്റ്റാണ്, എല്ലാം തികഞ്ഞ ഒരു മാം ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അഭിപ്രായം ഞാൻ ശിരസ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ വേറെ ഒരു വിഷയവും ഇല്ലല്ലോ, അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം. പിന്നെ രത്നകിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ്. ആ കിരീടം താങ്ങാനുള്ള ശേഷി എന്റെ ഒന്നും തലയ്ക്കില്ല, അത് കുറച്ച് കട്ടിയുള്ള തലയ്ക്ക് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സീമാജി നായർ ദീപയ്ക്ക് മറുപടി നൽകുന്നത്. ഒരുപാട് ഒരു മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകൾ സീമ ഇട്ടിട്ടുണ്ട്. അതിനും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സീമയുടെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ഞാൻ മലയാളി വാർത്ത നമ്മൾ വീട്ടമ്മമാരുടെ ചില അഭിപ്രായങ്ങൾ തേടിയിരുന്നു. അമ്മമാരും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് രാഹുൽ വിഷയം കത്തിക്കേറുന്നുണ്ട്, അത് അനാവശ്യമായി പലപ്പോഴും തോന്നുന്നുമുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടും. പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒറ്റതിരിഞ്ഞ് ക്രൂശിക്കുന്നത് അത് അത്ര നല്ലതല്ല എന്നാണ് ആ അമ്മ പറഞ്ഞത്. അമ്മയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പം ഇപ്പൊ യുവനിരയിൽ കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്ത്, ഷാഫി പറമ്പിൽ, അതുപോലെ വിഷ്ണുനാഥ്. അങ്ങനെയുള്ള യുവനിരയെ ഇഷ്ടപ്പെടുന്ന അവര് ഭരണത്തിൽ വന്ന് കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ ഇത് വന്നത്. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണ്ട് കാലത്ത് ജനഭരണം രാജഭരണം വരുമ്പോഴത്തന്നെ ഈ സ്ത്രീ വിഷയത്തിൽ ഊന്നി ഒരുപാട് പേരുടെ ഭാവി തൊലയുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു വ്യക്തി അത് നോക്കി ജീവിക്കണമായിരുന്നു. ഒരു വിവാഹം കഴിച്ച് നല്ലൊരു ഭരണകർത്താവായിട്ട് വരണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. എന്നിരുന്നാലും ഇപ്പൊ രാഹുലിന്റെ ആക്ഷേപം ഉന്നയിച്ച് വനിതയെ കുറിച്ച് ആണെങ്കിൽ സ്ത്രീ സുരക്ഷ ഇത്രയും കൂടിയിരിക്കുന്ന നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അത് ദുരുപയോഗപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. രാഷ്ട്രീയക്കാര് പ്രതിയോഗികളെ തകർക്കാൻ വേണ്ടി, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മിക്കവാറും ഇവര് രാഷ്ട്രീയപരമായിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടി, രാഹുലിന് ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് അടുത്തറിയാവുന്നവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്കാർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പൊ സ്ത്രീയെ ഇറക്കി കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.